ആലപ്പുഴയിൽ ഇന്നലെ പാമ്പടിയിട്ട് എത്ര പേർക്ക് അറിയോ? 7 പേർക്ക്. കായംകുളത്ത് 3ഉം 10 വയസ്സുള്ള 2 കുട്ടികൾ ചികിത്സയിലുണ്ട്. കുട്ടികളുൾപ്പെടെ 5 പേർക്ക് കായംകുളത്ത് പാമ്പടിയേറ്റു. 2 പേര് വണ്ടാനം മെഡിക്കലിലേക്ക് മാറ്റി. അങ്ങനെ ആലപ്പുഴ എന്ന് മാത്രമല്ല കേരളത്തിൽ ഉടനീളം പാമ്പ് കടിയേൽക്കുന്ന കേസുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. കണ്ണൂർ പട്ടുവത്ത് ഇന്നലെ പാമ്പ് കടിയേറ്റ വയോധിക ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കാവുങ്കൽ സ്വദേശി നമ്പ്രോൻ നാരായണി പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിലാണ്. ഗോകുൽ കെ വേണുഗോപാലാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. ഗോകുൽ, യഥാസമയം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും യഥാസമയം ആന്റിവനം നൽകാനും ഒക്കെ കഴിഞ്ഞിരുന്നില്ലേ? അശ്മി, ഇന്നലെ വൈകിട്ടാണ് വീടിന് സമീപത്ത് വെച്ച് തളിപ്പറമ്പ് പട്ടുവം കാവുങ്കൽ സ്വദേശിയാണ് നാരായണി. അവരുടെ വീടിന് സമീപത്ത് വെച്ച് ചകിരിയും വിറകും ഒക്കെ ശേഖരിക്കുന്നതിനിടെ അവർക്ക് പാമ്പ് കടിയേറ്റത്. ശാരീരിക അസ്വസ്ഥ അനുഭവപ്പെട്ടതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു. പാമ്പ് കടിയേറ്റതാണ് എന്ന് മനസ്സിലാവുകയും ചെയ്തിരുന്നു. ആന്റിവനം സൗകര്യം ഉൾപ്പെടെയുള്ള സേവനങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലഭ്യവുമാണ്. പക്ഷേ അവരിപ്പോൾ വെന്റിലേറ്റർ ചികിത്സയിലാണ്. കാരണം പാമ്പ് കടിയേറ്റ ആശുപത്രിയിൽ എത്തിക്കുന്ന സമയത്ത് ഹൃദയസ്തംഭനം കൂടി അവർക്ക് സംഭവിച്ചിരുന്നു എന്നാണ് ആശുപത്രിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരിപ്പോൾ വെന്റിലേറ്റർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെയാണ് ഈ തളിപ്പറമ്പ് പട്ടുവത്ത് ഇതേ പാമ്പ് കടിയേറ്റ് ഒരു നഫീസ എന്ന് പറയുന്ന വയോധിക മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നഫീസയെ മരിച്ചിട്ടുള്ള ഗണത്തിൽപ്പെട്ട വെള്ളിക്കെട്ടൻ എന്ന് പറയുന്ന പാമ്പ് തന്നെയാണ് നാരായണിയെയും കടിച്ചത് എന്ന് മനസ്സിലായിട്ടുണ്ട്. വെള്ളിയാഴ്ചയായിരുന്നു നഫീസയെ പാമ്പ് കടിക്കുകയും കഴിഞ്ഞ ദിവസം രാവിലെ മരണപ്പെടുകയായിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടി നമ്പ്രോൻ നാരായണി എന്ന് പറയുന്ന കാവുങ്കൽ സ്വദേശിക്ക് വെള്ളിക്കെട്ടിന് തന്നെ കടിയാണ് ഏറ്റിട്ടുള്ളത്. അവരിപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിലാണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഹഷ്മി ക്രിസ്റ്റീന. ഓക്കെ, ഗോകുൽ കെ വേണുഗോപാലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പിന്നെ ആവർത്തിച്ച് പറയുന്നത്, നമ്മൾ എടുക്കേണ്ട സൂക്ഷ്മത, നമ്മൾ എടുക്കേണ്ട കെയർ, ജാഗ്രത നമ്മൾ തന്നെ എടുക്കണം. കാര്യം ഒരു വല്ലാത്ത കാലമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.